ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വാഹനം ആദ്യമായിട്ട് അൺവീൽ ചെയ്തത് ഒരു ഗെയിമിലൂടെ ആയിരുന്നു എന്നുള്ളതാണ്. കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. കാരണം വ്യത്യസ്തമായിട്ടുള്ള അൺവീലിങ്ങുകൾ നടക്കുന്ന ഈ ഒരു കാലഘട്ടങ്ങളിൽ 2015 വ്യത്യസ്തമായിട്ടുള്ള ഒരു അൺവീൽ നടത്തി വാഹന വിപണിയിലേക്ക് വന്ന മോഡലാണ് BMW എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയുടെ M2 എന്ന് പറയുന്ന വിശ്വവിഖ്യാതമായിട്ടുള്ള മോഡൽ എന്ന് പറയാം. 2015 നീഡ് ഫോർ സ്പീഡ് എന്ന് പറയുന്ന ഒരു ഗെയിമിംഗ് ആപ്ലിക്കേഷനിലൂടെയാണ് ഈ മോഡലിനെ വാഹന വിപണിയിലേക്ക് അൺവീൽ ചെയ്തത് എന്ന് പറയാം. പിന്നീട് 2016 ഫിസിക്കലി ഈ വാഹനം അവൈലബിൾ ആയി തുടങ്ങിയത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് BMW M2 എന്ന് പറയുന്ന മോഡലിനെ കുറിച്ചാണ്. അതിൻ്റെ 2018 എഡിഷനെ കുറിച്ചാണ്. ഇതിനുശേഷം ഫേസ് ലിഫ്റ്റഡ് ആയിട്ട് മോഡേൺ ലുക്കിലേക്ക് വന്നിട്ടുള്ള M2കൾ വാഹന വിപണിയിൽ അവൈലബിൾ ആണ്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇതാണ് M2. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രസകരമായിട്ടുള്ളൊരു അൺവീലിംഗ് നടത്തിയിട്ടുള്ള വാഹനമാണ്. എനിക്ക് തോന്നുന്നില്ല വേറെ ഏതെങ്കിലും വാഹനങ്ങൾ അങ്ങനെ അൺവീൽ ചെയ്തിട്ടുണ്ടായിരിക്കും എന്നുള്ളത്. അങ്ങനെ ഒരു ക്രെഡിറ്റ് ശരിക്കും M2-നുണ്ട് എന്നുള്ളതാണ്. ഈ വാഹനത്തിൻ്റെ ഉടമസ്ഥർ എന്ന് പറയുന്ന പാർക്കോ ഗ്രൂപ്പാണ്. നേരത്തെ ഇവിടെ i7 നമ്മൾ ഫീച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളുള്ളത് അവരുടെ വിശാലമായിട്ടുള്ള മൗണ്ട് ഗൈഡ് ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ മുൻവശത്താണ്. ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കാണുന്ന ഈ ഒരു ബിൽഡിംഗ് സമുച്ചയങ്ങളും ഇടയ്ക്ക് നിങ്ങൾ കാണാൻ സാധ്യതയുള്ള ബസ്സുകളും ഒക്കെ തന്നെയും ഈ മൗണ്ട് ഗൈഡ് ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ തന്നെ സ്ഥാപനമാണ്. അതിന് മുമ്പിൽ വെച്ച് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് M2നെ കുറിച്ചാണ്. M2നെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു കാര്യം കൂടി പറയാം. 2 സീരീസിൻ്റെ ട്രാക്ക് റെഡി വേർഷനാണ് ശരിക്കും M2 എന്ന് പറയാം. ഇപ്പോൾ നിങ്ങളൊരു M സെഗ്മെൻറ്റിലേക്ക് എൻ്റർ ചെയ്യണം, അതായത് BMWയുടെ വിശാലമായിട്ടുള്ള M സെഗ്മെൻറ്റിലേക്ക് എൻ്റർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എൻട്രി ലെവൽ M സീരീസ് വാഹനം കൂടിയാണ് M2 എന്ന് വിശേഷിപ്പിക്കും. നമുക്ക് വേണമെങ്കിൽ കൊളോക്കിലായിട്ട് ഇങ്ങനെ പറയാം, 2 സീരീസ് ജിമ്മിന് പോയ പോലെ എന്ന് പറയാം. ശരിക്കും സെയിം വീൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ ക്യാരക്ടേഴ്സ് എൻ്റർലി നല്ല ഡിഫറൻറ്റ് ഉണ്ട് എന്നുള്ളതാണ്. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു M ഗ്രില്ല് കാണാം, വളരെ കുഞ്ഞ ഒരു ഗ്രില്ല്. ഇപ്പം ഇതിനൊക്കെ വലിയ വിശാലമാക്കിയ ഗ്രില്ലുകളാക്കി മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റേതായിട്ടുള്ള ഒരു ക്യൂട്ട്നെസ് ഉണ്ട് എന്നുള്ളതാണ്. ആ ഒരു കിഡ്നി ഗ്രില്ല് ശരിക്കും വളരെ കുഞ്ഞ. അതിനകത്തൊരു M2 എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ BMWയുടെ ലോഗോ യൂണിറ്റ്, അതുപോലെ തന്നെ ഹെഡ് ലാമ്പൊക്കെയാണ് LED പ്രൊജക്ടർ ഹെഡ് ലാമ്പ്. അത് ആ ഒരു ഹെക്സഗൺ പാറ്റേണിനകത്ത് മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു DRL ഭാഗം മുകളിൽ ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്നതും നല്ല ഭംഗിയുണ്ട് അല്ലേ. അതുപോലെ തന്നെ താഴെ കാണുമ്പോൾ ഈ ഒരു കാർബൺ ഫൈബർ എലമെൻറ്റുകളുണ്ട്. ശരിക്കും M2ൻ്റെ കൂടെ സ്റ്റോക്ക് റെഡി മോഡലല്ല, ആ കാർബൺ ഫൈബറിങ് ഇവർ എക്സ്ട്രാ ചെയ്തിട്ടുള്ളതാണെന്നുള്ളതാണ്. താഴെ എയർ ഡാം യൂണിറ്റ്, അതുപോലെ തന്നെ സൈഡിൽ വെൻറ്റിലേഷൻ, അതുപോലെ തന്നെ സൈഡ് കർട്ടൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഇതിൻ്റെ ഫ്രണ്ടിനെ മനോഹരമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. കുറച്ചും കൂടി ചെറിയ ഒരു വാഹനത്തിൻ്റെ ഫീല് ശരിക്കും ഫ്രണ്ടിൽ കിട്ടുന്നുണ്ട്. അതൊരു ഒതുങ്ങിയ വാഹനമാണ്, കുറച്ചും കൂടി മസ്കുലാറാണ്, കുറച്ചും കൂടി പവർഫുള്ളാണ്, എന്ന് കഴിഞ്ഞാൽ ഭയങ്കര കോമ്പാക്റ്റ്. ഇങ്ങനെ എല്ലാ എലമെൻറ്റുകളും ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഒറ്റയടിക്ക് വായിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. എത്രമാത്രം കോമ്പാക്റ്റ് ആണ് എന്നുള്ളത് ശരിക്കും സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊരു 2 ഡോർ വാഹനമാണ്. വീലിനകത്ത് നിങ്ങൾ കാണുന്ന ഈ ഒരു സിങ്ക് കളർ ഇതുവരെ എക്സ്ട്രാ പെയിൻറ്റ് ചെയ്തിട്ടുള്ളതാണ്. ശരിക്കും ഇങ്ങനത്തെ ഒരു കളറല്ല, പക്ഷേ പാറ്റേണും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. വീലും സെയിം തന്നെ ആയിട്ടാണ് നമുക്ക് വരുന്നത്. കുറച്ചും കൂടി ലോ പ്രൊഫൈലായിട്ടുള്ള ഒരു വീലാണ്. ഇതൊരു 19 ഇഞ്ച് വീലാണ് വരുന്നത്. അതിനകത്തൊരു ബ്ലൂ ബ്രേക്ക് കാലിപ്പേഴ്സ് കാണാം. ഈ ബ്ലൂവിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അത് ഞാൻ ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് പറയാം. ഫെൻഡറിലേക്ക് വന്ന സമയത്ത് ഇവിടെ ഒരു ഡിസൈൻ എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു കാർബൺ ഫൈബർ ഡിസൈൻ. ശരിക്കും പറഞ്ഞാൽ ഒരു ഡോർ ഹാൻഡിൽ പോലെ തോന്നും. M2 എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് അതിനകത്തും കാണാം. സൈഡ് വ്യൂ മിറർ, ആ ഒരു ലിപ്പ് ഭാഗം ഇങ്ങോട്ട് സൈഡിലേക്ക് കയറി നിൽക്കുന്ന തരത്തിലാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത്. അതായത് ഈ ഒരു ഗ്യാപ്പ് അത് നമുക്കിതിനകത്ത് കാണാൻ കഴിയും. ഡോർ ഹാൻഡിൽസ് ബോഡി കളേർഡ് ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പാറ്റേൺ ഒക്കെ നല്ല രസമുണ്ട്. താഴ്ഭാഗത്ത് നമുക്ക് ആ ഒരു ലിപ്പ് പോലത്തെ ഭാഗം കാണാം. അത് കാർബൺ ഫൈബറിലേക്ക് ഇവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളതാണ് എന്നുള്ളതും കൂടി ഓർത്ത് വെക്കുക. ഒരു കൂപ്പ് സ്റ്റൈലാണ്. കൂപ്പ് സ്റ്റൈലിൽ മാത്രമാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. 2 സീരീസ് അവൈലബിൾ ആയ പോലെ സെഡാൻ സ്റ്റൈലിൽ ഇത് അവൈലബിൾ അല്ല. റിയർ പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് സ്പോയിലർ കാണാം. കാർബൺ ഫൈബർ എലമെൻ്റ് ആക്കി അത് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. BMWയുടെ ലോഗോ, പാർക്കോ ഗ്രൂപ്പിൻ്റെ ഒരു ലോഗോ കാണാം. അതുപോലെ തന്നെ ടെയിൽ ലാമ്പ് യൂണിറ്റ്, അതൊരു പഴയ ഒരു ഫീലിംഗ് ശരിക്കും നമുക്ക് അതിനകത്ത് കിട്ടുന്ന തരത്തിലാണ്. റിഫ്ലക്ഷൻ യൂണിറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 4 പാർക്കിംഗ് സെൻസറുകളുണ്ട്. അതുപോലെ തന്നെ 4 എക്സോസ്റ്റ് പൈപ്പുകളും കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഈ എക്സോസ്റ്റ് സ്റ്റോക്ക് അല്ല, പക്ഷെ 4 സ്റ്റോക്ക് എക്സോസ്റ്റുകളാണ് ഇതിനകത്ത് ഉണ്ടാവാറുണ്ടാവുന്നത്. അതായത് കോട്ട് പൈപ്പ്സ് വരാറുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കാർബൺ ഫൈബർ ഡിഫ്യൂസേഴ്സ് ഇല്ലേ, ഇതും ഇവർ എക്സ്ട്രാ ചെയ്തിട്ടുള്ളതാണ്. മീൻസ് ഡിഫ്യൂസർ അവിടെ ആക്ച്വലി ഉണ്ട്, പക്ഷേ അത് കാർബൺ ഫൈബറിലേക്ക് ഇവർ കൺവേർട്ട് ചെയ്തെടുത്തതാണ് എന്നുള്ളതാണ്. ഇനി ബൂട്ടിൻ്റെ കേസ് വരുന്ന സമയത്ത് നമുക്ക് 1 പ്രസ് ആയിട്ട് മാനുവലി ഓപ്പൺ ചെയ്യുന്ന തരത്തിലാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആണ്, പക്ഷേ ആ സ്പേസ് കംപ്ലീറ്റ്ലി സ്പെയർ വീൽ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം സ്പെയർ വീൽ വെക്കാനുള്ള സ്ഥലമേ ശരിക്കും അതിനകത്ത് ഉള്ളൂ. ഇനിയൊരു ലഗേജ് കഷ്ടിച്ച് വെക്കാം എന്നുള്ളതാണ്. മോറോവർ ഇതൊരു പെർഫോമൻസ് വാഹനമാണ്. അങ്ങനെ ലഗേജസ് ഒന്നും കൊണ്ടുപോകാനുള്ളൊരു വാഹനമല്ല എന്നുള്ളൊരു കാര്യം ആദ്യം ഓർത്ത് വെക്കുക. ഒരു റിയർ ക്യാമറ യൂണിറ്റും ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട് ആസ് യൂഷ്വൽ.
ഞാൻ പറഞ്ഞു ഇതൊരു ട്രാക്ക് റെഡി വാഹനമാണ്, അല്ലെങ്കിൽ ഒരു ട്രാക്ക് ഓറിയൻറ്റഡ് വാഹനമാണ്, അല്ലെങ്കിൽ എമ്മിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എവിടെ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൗണ്ട് ക്ലിയറൻസിലേക്ക് വരുന്ന സമയത്താണ് എന്നുള്ളതാണ്. ശരിക്കും നിലവിൽ നമ്മളുടെ റോഡ് കണ്ടീഷനിൽ ഇത് ഓടിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഗട്ടറുകളും അതുപോലെ തന്നെ പാത്ത് ഹോൾസുകളും ഒക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്ന റോഡുകളിലൂടെ അത് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അത്രയും റിസ്കി ടാസ്ക് വേറെ ഇല്ല. ഇനി ഒരു പ്രൊഫൈലൊക്കെ നോക്കി അവിടെ ടയറിൻ്റെ ഇതൊക്കെ ഭയങ്കര സ്മോളാണ്. അതുകൊണ്ട് തന്നെ ദൈനംദിന ലൈഫിൽ ഇത് ഓടിച്ചു കൊണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക്കിയാണ് എന്നുള്ളൊരു കാര്യം കൂടി പറയാം. ട്രാക്കിൽ ഇത് പുലിയാണ്, അത് വേറെ വിഷയം. ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ നല്ലൊരു ഹൈവേയിലേക്ക് കൊണ്ടുപോകണം, അതുവരെ വളരെ പതുക്കെ ഇത് ഓടിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് മറ്റൊരു കാര്യം. ഇനി ഡോർ തുറന്നു കഴിഞ്ഞാൽ ഫുള്ളി ബ്ലാക്ക് ഇൻറ്റീരിയറാണ്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ബ്ലൂ ഹൈലൈറ്റ്സിനെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിൻ്റെ സ്റ്റിച്ചിങ്ങുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക്, ബ്ലൂ ഹാൻഡ് ബ്രേക്കിൻ്റെ അവിടെ ബ്ലൂ, അതുപോലെ തന്നെ നമ്മൾ എവിടെയൊക്കെ സ്റ്റിച്ചിങ്ങുകൾ കാര്യമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ടോ എം അല്ലാത്ത ബാക്കി എല്ലാ സ്റ്റിച്ചിങ്ങുകളും ഇതിനകത്ത് ബ്ലൂ കളറിലാണ് കൊടുത്തേക്കുന്നത് എന്നുള്ളതാണ്. അത് ബോഡി കളേർഡ് ബ്ലൂ ആയതുകൊണ്ടല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, വേറെ കളറിനകത്തും ബ്ലൂ തന്നെയാണ് ഇത് വരുന്നത് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് M2 കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഒരു സിൽ അല്ലെങ്കിൽ പ്ലേറ്റ് കാണാം. നൈസ്. സീറ്റ് നമുക്ക് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്, മെമ്മറി ഫംഗ്ഷനോടുകൂടി വന്നിട്ടുള്ളതാണ്. 14 വേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ് കൊടുത്തുള്ളത്, ലെതറാണ്. ബോഡീനെ ഇങ്ങനെ കംഫർട്ടാക്കിയിരിക്കുന്ന തരത്തിലുള്ള ഒരു സീറ്റിംഗ് ആണ് വന്നിട്ടുള്ളത്. അത് ഞാൻ കുറച്ചും കൂടി അങ്ങോട്ട് ഇരിക്കുന്ന സമയത്ത് പറയാം. ഡോർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രെയിംലെസ് ഡോറുകളാണ്. പവർ വിൻഡോ കൺട്രോൾസും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ നമുക്കൊരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നൈസ്. സ്ക്രാച്ച് പ്രൂഫാണ്. ഡോർ ഹാൻഡിൽസ് ഹർമൻ കാർഡൻ്റെ ഒരു മ്യൂസിക് സിസ്റ്റമാണ് ഈ വാഹനത്തിനകത്ത് സജ്ജീകരിച്ചിട്ടുള്ളത്. വാട്ടർ ബോട്ടിൽ ഹോൾഡർ, സ്റ്റോറേജ് സ്പേസ് തുടങ്ങിയിട്ടുള്ള ആക്ടിവിറ്റികളിലൂടെ കാണാം. ഇതൊക്കെ പ്ലാസ്റ്റിക് ആണ്, പക്ഷേ ഒരു പ്രീമിയം പ്ലാസ്റ്റിക് ആണ്. ഈ ഭാഗത്ത് നമുക്കൊരു അൽക്കണ്ടാറ മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത്. ഈ സ്റ്റിച്ചിങ്ങും ബ്ലൂ ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഇനി അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ സീറ്റ് ഒരു പെർഫോമൻസ് വാഹനത്തിനകത്തുള്ള ഒരു സീറ്റ് നമ്മൾ എങ്ങനെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതേ തരത്തിലാണ് ഈ സീറ്റുകൾ ക്രമീകരിച്ചുള്ളത്. ഞാൻ ഭയങ്കര ഫിറ്റായിട്ട് ആ ഒരു സീറ്റിൻ്റെ കംഫർട്ടിനകത്ത് ഇരിക്കുന്ന ഒരു ഫീൽ ആണ് എനിക്ക് കിട്ടുന്നത്. ദാറ്റ്സ് ആക്ച്വലി നൈസ്. അതുപോലെ തന്നെ ഒരു സ്റ്റിയറിംഗ് വീല് നമുക്കിവിടെ കാണാം. ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് കാണാം. പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. M1 M2 ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. AC വെൻറ്റുകൾ, അതുപോലെ തന്നെ ഹെഡ് ലാമ്പിൻ്റെ കൺട്രോള്, ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു അനലോഗാണ്. സൗണ്ട് നിങ്ങൾ കേട്ടല്ലോ അല്ലേ? അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ കാണിക്കണം. എങ്ങനെയുണ്ട് സൗണ്ട്? നൈസല്ലേ? അടിപൊളി. ഓക്കെ. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഒരു അനലോഗ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്, എന്നാൽ ചെറിയ ഡിജിറ്റൽ പാർട്ടുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഒരു പെർഫോമൻസ് വാഹനത്തിനകത്ത് സ്വാഭാവികമായിട്ടും ഇതാണ് കുറച്ചുകൂടി നല്ലത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് ഒരു കാര്യം കൂടി പറയാം. സൺറൂഫ്, വയർലെസ് ചാർജിങ് പോർട്ട്, അങ്ങനെ തുടങ്ങിയിട്ട് ഇപ്പം വെൻറ്റിലേറ്റഡ് സീറ്റ്, അങ്ങനത്തെ ഫീച്ചറുകൾ കാര്യമായിട്ടൊന്നും ഇതിനകത്ത് ഇല്ല. കാരണം ഇതൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് വാഹനമാണ്. ഡാഷ്ബോർഡ് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഡാഷ്ബോർഡാണ്. ഒരു വളരെ ചെറിയൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നമുക്കിതിനകത്ത് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഹസാർഡ് ലാമ്പിൻ്റെ ഡോർ ലോക്ക് അൺലോക്കിൻ്റെ ബട്ടൺസ് ഇവിടെ കാണാം. അൺഅസൈൻഡൊക്കെ അവിടെ കാണിക്കുന്നുണ്ട് ഇങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ. അപ്പോൾ BMW ആണെന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തിയിരിക്കുകയാണ്. ഈ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഒരു ഭാഗം നമുക്കിവിടെ കാണാൻ കഴിയും. ഇത്രയേ ഉള്ളൂ ഡാഷ്ബോർഡിനകത്ത്. ഇങ്ങനെ വേറെ കാര്യമായിട്ടുള്ള ബട്ടൺസ് കാര്യങ്ങളൊന്നുമില്ല. റേഡിയോ, അതായത് മ്യൂസിക് സിസ്റ്റത്തിൻ്റെ കൺട്രോൾ, മറ്റേ AC കൺട്രോൾ, കലാസ്. ഓക്കെ. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ചെറിയ കീ ഒക്കെ വെക്കാം, മൊബൈൽ വെക്കാൻ പറ്റിയൊരു സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട്, ഇത് ആവശ്യമില്ലെങ്കിൽ ക്ലോസ് ചെയ്ത് വെക്കാം. അതിനകത്ത് തന്നെയാണ് 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുള്ളത്. ട്രാൻസ്മിഷൻ നമുക്കിവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ സ്റ്റിയറിങ്ങിൻ്റെ കൺട്രോൾ, പാർക്കിംഗ് ബട്ടൻ്റെ കൺട്രോൾ, ട്രാക്ഷൻ കൺട്രോൾ തുടങ്ങിയിട്ടുള്ള ബട്ടണുകൾ ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾ ഇങ്ങനെ തിരിക്കുമ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ? ഉണ്ട് ആ സാധനം. ഇത് ഇപ്പോൾ പുതിയ BMW അങ്ങനെ കാര്യമായിട്ടില്ല. ഓക്കെ. ഹാൻഡ് ബ്രേക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെസ്റ്റ് കാണാം. ഹാൻഡ് റെസ്റ്റിൻ്റെ താഴ്ഭാഗത്തൊരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. സീറ്റിനെ കുറിച്ച് വരുന്ന സമയത്ത് തൈ സപ്പോർട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണെന്നുള്ള കാര്യം കൂടി പറയാം. ഇവിടെ നമുക്ക് ഒരു ഗ്ലോ ബോക്സും കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ധാരാളം ഫയലുകൾ നിലവിലുണ്ട്. ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് എലമെൻ്റൊക്കെ ഡിസൈൻ്റെ ഭാഗമായിട്ട് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ഡയനറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിയർ വ്യൂ മിറർ, റീഡിംഗ് ലാമ്പുകൾ, അതുപോലെ തന്നെ മിറർ വിത്ത് ലാമ്പ്, അത് രണ്ടിടത്തും കൊടുത്തിട്ടുണ്ട്. നൈസ്, കൊള്ളാം. ഇനി ഇതിൻ്റെ സെക്കൻഡ് റോയിൽ ഇരിക്കുക കേട്ടോ, ഞാൻ കാണിക്കാം. ഇനി ഇതിൻ്റെ സെക്കൻഡ് റോ ആണ്. സെക്കൻഡ് റോയിലേക്ക് കയറൽ ഇത് ഇങ്ങോട്ടാക്കിയിട്ട് നമുക്കിതാ ഇവിടെ വെച്ച് ഇങ്ങോട്ടാക്കാം. അതുപോലെ തന്നെ ഇവിടെ ഒരു ബട്ടൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സഹായത്തോടു കൂടി നമുക്ക് കയറാം. കയറുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ചെറിയ വാഹനമാകുമ്പോൾ ഞാൻ കുറച്ച് ടൈറ്റ് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ അത്ര ടൈറ്റ് ഇല്ല എന്നുള്ളതാണ് സംഭവം. ഇരിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ, നല്ല കംഫർട്ടബിൾ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഇരിക്കാൻ പറ്റുന്നുണ്ട്. ക്ലസ്ട്രോഫോബിയ അടിക്കാനുള്ള സാധ്യത ഇല്ല എന്ന് തോന്നുന്നു, കാരണം കുറച്ചും കൂടി വലിയൊരു ഗ്ലാസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹെഡ് റൂമൊക്കെ 5 പേരിൽ കൂടുതൽ ഗ്യാപ്പ് ഉണ്ട്. തൈ സപ്പോർട്ടൊന്നുമില്ല, പക്ഷേ ഈ സീറ്റ് ബാക്കിലേക്ക് ഇട്ട് കഴിഞ്ഞാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. 4 ആളുകൾക്ക് അനായാസേന ഇരിക്കാം. 5ാമതൊരാൾക്ക് ഇരിക്കാൻ പറ്റില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ സീറ്റിൻ്റെ ഇവിടെ ഉണ്ടോ
ഒരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്ത് അത് ഫില്ല് ചെയ്തേക്കണം. അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആൾക്ക് ഇരിക്കുമ്പോൾ വേദനയാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എം ബാഡ്ജിങ് ഇവിടെ കാണാം, അത് എല്ലാ സീറ്റിലും എം ബാഡ്ജിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല, ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും വിശാലമായിട്ടുള്ള സെക്കൻഡ് റോ സീറ്റാണ് കേട്ടോ. നൈസ്. പിന്നെ ഈ സീറ്റ് ബെൽറ്റിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എം കളേഴ്സ് കാണാൻ കഴിയും. നൈസ്. സ്റ്റിച്ചിങ് ഒക്കെ ബ്ലൂ ആണ്, അത് ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഇവിടെയും ചെറിയ ആംബ്രസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അതിനകത്തൊരു അൽക്കണ്ടാറ മെറ്റീരിയലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. റിയർ സീറ്റ് നൈസാണ്, അതായത് ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും അടിപൊളി റിയർ സീറ്റാണ്. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം നമ്മൾ പറയേണ്ടത് ഇതിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്ന സമയത്താണ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ നമുക്കത് എഞ്ചിനിൽ നിന്ന് ആരംഭിക്കാം. അതായത് ഇതിൻ്റെ ഹൃദയം, ഇതിനകത്തൊരു 3 ലിറ്റർ എം പവർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത് എന്നുള്ളതാണ്. 3 ലിറ്റർ എന്ന് പറയുന്ന സമയത്ത് ഒരു 6 സിലിണ്ടറാണ്, 4 വോൾവ് എഞ്ചിനാണ്. എം ട്വിൻ പവർ എന്ന് വിശേഷിപ്പിക്കാം, അതായത് നമ്മൾ ട്വിൻ ടെർബോ എന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ് എന്നുള്ളതാണ്. 404 ഹോഴ്സ് പവറും 550 Nm ടോർക്കുമാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. അതായത് പവർ ഇനഫ് എന്ന് പറയാം. ഒരു 10 കിലോമീറ്ററൊക്കെ മൈലേജ് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 9 to 10 ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി വരിക എന്നുള്ളതാണ്. ഇവിടെ നോക്കിയ ഒരു കാർബൺ ഫൈബർ എലമെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇൻസുലേഷനോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. എൻജിൻ ഇങ്ങനെ ഫുള്ളി പാക്ക്ഡ് ആയിട്ട് നിൽക്കുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ട് അല്ലേ. നൈസ്. എന്നാലും ഇതിന് ഏറെക്കുറെ യൂസ്ഡ് മാർക്കറ്റിൽ ഒരു 85 to 90 ആ ഒരു റേഞ്ചിൽ, അതായത് 90 lakhs റേറ്റിലാണ് ഈ ഒരു പ്രൈസ് വരിക എന്നുള്ളതാണ്. ഇതിപ്പം പഴയ മോഡലാണ്, അതുകൊണ്ട് ഇത് ഷോറൂം പ്രൈസിൽ വാങ്ങാൻ കഴിയില്ല. യൂസറായിട്ടുള്ള ആൾക്കാരേക്ക് ഒന്ന് വാങ്ങാൻ കഴിയുള്ളതുകൊണ്ട് യൂസർ മാർക്കറ്റ് പ്രൈസാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. M2 ഉണ്ട്, അത് പുതിയ മോഡലാണ്, ഈ ഒരു ഫേസ് സ്റ്റൈലിലല്ല വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്കൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം, ആ സമയത്ത് എങ്ങനെയുണ്ട് ത്രില്ല് എന്നുള്ളത് നോക്കാം. അവളെ നമ്മൾ M2 ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. നമ്മൾ നല്ലൊരു ഹൈവേയിൽ എത്തിയിട്ടുണ്ട്. ശരിക്കും M2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു M എന്ന് പറയുന്ന സെഗ്മെൻറ്റിൻ്റെ എൻട്രി ലെവലാണ്. പക്ഷെ പെർഫോമൻസിൽ ഒരിക്കലും ഇത് എൻട്രി ലെവലല്ല. ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും ഇങ്ങനത്തെ ഒരു ഹൈവേയിൽ മാത്രമേ ഇത് ഇങ്ങനെ ക്രൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് വേറൊരു കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പക്ഷേ ഇതിൻ്റെ ഓണർ ആഷിഫ് ഖാണ് ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യൽ, ആഷിഫ് ഖ അല്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ആഷിഫ് ഖ പറഞ്ഞൊരു ഫീഡ്ബാക്ക്, പുള്ളി ഇത് വെച്ച് ബാംഗ്ലൂരിലും അവിടെ ഇവിടെ ഒക്കെ പോയിട്ടുണ്ട്. ആ സമയത്ത് വലിയ പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ചില ഹമ്പുകളൊക്കെ ചാടുന്ന സമയത്ത് നമ്മളൊന്ന് കെയർ ചെയ്യേണ്ടി വരും. അതുപോലെ കയറ്റം കയറുന്ന സമയത്ത് ഫ്രണ്ട് അതിലേക്ക് എൻ്റർ ചെയ്യിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, കാരണം ആ ലിപ്പ് ഭാഗം ഇങ്ങനെ തള്ളി നിൽക്കുന്നതുകൊണ്ടുള്ള ഒരു പ്രശ്നം, അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഫീൽ ചെയ്യുള്ളൂ. എന്തായാലും തലശ്ശേരി സൈഡിലേക്ക് പോകുന്ന വഴിയുള്ള ഒരു റോഡാണ്. ഇവിടെ ഇപ്പം ആ ഒരു മാഹി ഭാഗത്ത് റോഡ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്, നമ്മൾ 3 ലൈൻ പുതിയ ഹൈവേയില്ലേ. അപ്പോൾ അതിലാണ് നമ്മൾ ക്രൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇതൊരു എൻട്രി ലെവലല്ല കേട്ടോ, അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ലെവൽ തന്നെയാണ്. ഇനീഷ്യൽ നമ്മളിപ്പം ഒരു ശരിക്കും പുഷായിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുക, അതായത് ഇനീഷ്യൽ നമ്മൾ എടുത്തിട്ട് ഫുൾ ത്രോട്ടിൽ കൊടുത്തിട്ട് പമ്പ് ചെയ്ത് ഡ്രൈവ് ചെയ്യുക എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന സമയത്താണ് ആ ഒരു ഈ ഒരു പുള്ള് ശരിക്കും നമുക്ക് വരുന്നത്. നേരെ മറിച്ച് നമ്മളിതൊരു ഹൈവേ ഓറിയൻറ്റഡ് ഡ്രൈവ് എന്നൊക്കെ നമ്മൾ പറയുന്ന തരത്തിൽ നമ്മളിങ്ങനെ ഒരു RPM മെയിൻറ്റെയിൻ ചെയ്ത് നമ്മളിത് ക്രൂസ് ചെയ്യാമെന്ന് വിചാരിക്കാം. അതായത് ഞാനിപ്പം ഒരു 4000 RPM ഇത് ഇങ്ങനെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഭയങ്കര ജെൻറ്റിലായിട്ടുള്ള ഒരു കാർ എന്ന് പറയാം. അതായത് ഭയങ്കര എന്താ പറയുക, കാമൻ കൊയിട്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു കുതിരനെ നമ്മൾ കുറച്ചൊരു മയത്തിൽ ഓടിക്കുന്ന ഒരു ഫീല്, പക്ഷേ കുതിരൻ്റെ സ്വഭാവം കാണിക്കുന്നു പറഞ്ഞ പോലെ തന്നെ ആ ഒരു പുഷ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. പക്ഷേ നമ്മൾ പുഷ് ചെയ്ത് ഡ്രൈവ് ചെയ്യുന്നില്ല എന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഓടിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു 10 km/ലിറ്റർ ആവറേജ് ഫ്യൂവൽ എഫിഷ്യൻസി ഒക്കെ നമുക്ക് കീപ്പ് ചെയ്ത് ഡ്രൈവ് ചെയ്യാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പെർഫോമൻസ് നെക്സ്റ്റ് ലെവൽ. ത്രോട്ടിലങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എൻ്റർലി, അതായത് സ്വഭാവം മാറുന്നു എന്ന് ഞാൻ പറയുന്നില്ല, കാരണം നേരത്തെ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കണു. നമ്മൾ RPM മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കുമ്പോഴാണെങ്കിൽ പോലും അതിൻ്റേതായിട്ടുള്ള ആ ഒരു സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു ജനിതക ഘടന അത് നമ്മളെ ഷോ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് അതൊന്നും കൂടി അഗ്രസീവ് ആവണോ എന്നുള്ളതാണ് അതിൻ്റെ ഫീഡ്ബാക്ക്. ഒരു രക്ഷയില്ല. നൈസ്. പിന്നെ അതിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സോസ്റ്റ് ചെറുതായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ എക്സോസ്റ്റ് നോട്ട് നമുക്ക് കൂടുതൽ ക്യാബിനകത്തേക്ക് വരുന്നുണ്ട്. അതും ആക്ച്വലി ഫണ്ണാണ്, ഒബ്വിയസ്ലി അടിപൊളി. ശരിക്കും ആ ഒരു എന്താ പറയുക, പെർഫോമൻസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു ആ കാര്യങ്ങൾ എല്ലാം
സീറ്റിൻ്റെ കാര്യങ്ങൾ, ആ പുഷ് ബാക്കിനെ കറക്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സീറ്റിംഗ് ആണ് നമുക്ക് ഈ വാഹനത്തിനകത്തുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. അപ്പോൾ നമ്മൾ ശരിക്കും കർവൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്കൊരു ചെറിയ ആശയക്കുഴപ്പം വരാനൊക്കെ സാധ്യതയുണ്ടായിരിക്കും. പക്ഷേ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള, ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ടുള്ള, അതായത് നമ്മൾ എത്ര പെർഫോമൻസിലേക്ക് കൊണ്ടുവരുന്ന സമയത്തും അതിനെല്ലാം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വാഹനം എന്നുള്ളതാണ് M2 കുറിച്ച് പറയുന്ന സമയത്ത് പറയാനുള്ളത്. അപ്പോൾ ഇതാണ് BMW M2 കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. അത് ഡ്രൈവ് ചെയ്യുന്ന സമയത്തുള്ള പ്ലഷർ, അതിൻ്റെ ഫീലിങ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പം ഒരിക്കൽ കൂടി താങ്ക്സ് ടു ആഷിഫ് ക, പിന്നെ അദ്ദേഹത്തിൻ്റെ ഉപ്പ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, അവർ വീട്ടിൽ വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഫീൽ ഗുഡ് ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. അത്രയും സ്നേഹമുള്ള ഒരു ആളുകൾ, അതുപോലെ തന്നെ ആ ഒരു ഫാമിലി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ സ്ഥാപനത്തിൽ വെച്ചായിരുന്നു നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും താങ്ക്സ്. ഞാൻ പലപ്പോഴായിട്ട് അവരോട് വീഡിയോയിൽ വരാൻ വേണ്ടി ആവശ്യപ്പെടാറുണ്ട്, പക്ഷേ ഇന്ന് വരെ അവരാരും വീഡിയോയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അവരെ കാണിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു സങ്കടം ബാക്കി വെച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.